ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് ആണ്. ഞാൻ എണീറ്റതേ ഉള്ളൂ, മുഖം വരെ കഴുകിയിട്ടില്ല, നോക്കാൻ പറ്റുന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. സമയം 6:50 ആയിട്ടുണ്ട്. അപ്പം നിച്ചൂട്ടി കണ്ടില്ലേ, നിച്ചൂട്ടി എണീറ്റ് കിടക്കുമെന്ന്. ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ശരിക്കും ഗുഡ് മോർണിംഗ്. നേരത്തെ പറയുമ്പോൾ ബോധം ഉണ്ടായിട്ടില്ല, കണ്ണു വീക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പം ഇതാ ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. എവിടെ പോകുന്നത് വെച്ചാൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതാണ് ഇത്ര നേരത്തെ എണീറ്റത്. സത്യം പറഞ്ഞാൽ അമ്മക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ മന്ത്ലി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാനും ടെസ്റ്റ് ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും കൊയിലിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുമെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ നിച്ചുട്ടീനെ വേഗം എണീപ്പിച്ചു. കറക്റ്റ് സമയത്ത് നിച്ചു വെള്ളം കുടിക്കാൻ എണീറ്റ്. പിന്നെ 6:45 പിന്നെ സമയമായല്ലോ, പിന്നെ ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ആക്റ്റീവായിട്ട് എണീച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് മുടിയും കൂടെ കെട്ടണം, എന്നിട്ട് നമുക്ക് പോവാം. അച്ഛനും അമ്മയും താഴെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. രാവിലെ തന്നെ എന്ത് കാറ്റാ അറിയുക. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെയാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ല കാറ്റുണ്ടാവലുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ ആടി ഒലയുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരു തണുത്തൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കാറ്റിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ പ്രഭാതം എന്ന് രാവിലത്തെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഏട്ടനും നിച്ചൂട്ടി അമ്മയും കാറിൽ കയറിയിട്ട് പുറത്തിറക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനും അച്ഛനും കൂടെ കയറട്ടെ. നിച്ചുട്ടിക്ക് പണ്ടേ ഉള്ളതാണ്, നമ്മൾ എവിടെയെങ്കിലും പോകണം, രാവിലെ എവിടെയെങ്കിലും പോകണം എന്നെല്ലാം തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിട്ടാണോ എന്നറിയില്ല. രാവിലെ എണീറ്റുടനെ അത് പറയൊന്നുമില്ല, പക്ഷേ അവൾ നേരത്തെ എണീക്കലുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഏകദേശം ഇങ്ങനെ അറിയും. രാത്രി ഇങ്ങനെ പറഞ്ഞ് മൈൻഡ് അങ്ങനെ സെറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെ അങ്ങനെ മുഷിപ്പ് കാണിക്കില്ല. പണ്ട് നമ്മൾ കുഞ്ഞു മാവി ഉണ്ടാകുമ്പം നമ്മൾ ടൂർ പോയിട്ടുണ്ടായിട്ടില്ലേ, മൂന്നാർ, ആ സമയത്ത് പോലും അങ്ങനെയാണ്. ആ സമയം എണീറ്റിന് നമ്മൾ മലപ്പുറത്ത് അവാർഡ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മളെല്ലാം എണീക്കുമ്പോൾ വേഗം എണീറ്റിരിക്കുന്നത്. അതുകൊണ്ട് നിച്ചുവിന് അതൊരു മൈൻഡിൽ, നമ്മുടെ മൈൻഡ് ക്ലോക്ക് എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെ സെറ്റായിട്ടുണ്ട്. രാവിലത്തെ സൂര്യോദയം ആ പുഴേൻ്റെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന്. ആ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആ പുഴേൻ്റെ സൈഡിലൂടെയുള്ള ആ ഒരു വ്യൂ. നമ്മളെ വളപട്ടണം പാലം, അന്നേ വളപട്ടണം പാലം ഇല്ലാണ്ട് നമുക്ക് കണ്ണൂർ പോക്കില്ലല്ലോ. നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പറഞ്ഞ് വളപട്ടണം പാലം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാർ. അങ്ങനത്തെ അവസ്ഥയാണ്, സ്ഥിരം കാണിക്കലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള പുഴയും കൂടിയാണ്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലാം കണ്ട് ഇങ്ങനെ പോവുമെന്ന്. നിച്ചൂട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുകയും ചെയ്തതിന് പിന്നെ നേരത്തെ എണീക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കണ്ണെല്ലാം അടച്ച് കിടക്കുന്നുണ്ട്. പിന്നെ വെയിലിങ്ങനെ അടിക്കുന്നതുകൊണ്ട് വെയിൽ കണ്ണ് കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് കിടക്കുന്നുണ്ട്. കണ്ണ് മുറുക്ക ഇങ്ങനെ പൂട്ടി പിടിക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ കൊയിലിയിലെത്തി. ഏട്ടൻ വണ്ടി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാനും അമ്മയും അച്ഛനും. നമുക്ക് മൂന്നാക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അച്ഛൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. 7:30 ആകുമ്പോൾ കൊയിലിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 7:15 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഫസ്റ്റത്തെ ആൾക്കാർ നമ്മൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഏട്ടനും വണ്ടി വെച്ചിട്ട് വന്ന് നിച്ചൂട്ടി ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇപ്പോൾ വഴുതി വീഴുമെന്ന് പറഞ്ഞിട്ട് ആവി ഇട്ടുകൊണ്ട് നിൽക്കുമെന്ന്. പിന്നെ ബ്ലഡെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. എനക്കും അമ്മക്കും ബ്ലഡ് കിട്ടാൻ വേണ്ടി പണിയാണ്. നമുക്ക് നല്ല പണിയാണ്. ഇങ്ങനെ വെയിന്ന് ബ്ലഡ് എടുക്കാൻ കുറച്ച് പണിയാണ്. ചിലവർക്ക് അങ്ങനെ ആയിരിക്കൂലേ, എനക്കും അങ്ങനെ തന്നെയാണ്. ഒരു കൈക്ക് വേഗം കിട്ടും, ഒരു കൈക്ക് അങ്ങനെ കിട്ടുകയില്ല. അതുകൊണ്ട് അമ്മ കയറിയിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയില്ലേ, ഇനിയിപ്പോൾ വീണ്ടും പോയിട്ട് ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ തിരുവാതിര എന്നാണ് തോന്നുന്നുണ്ട് പേര്. നമ്മൾ പണ്ടേ സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പോൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നിച്ചുവിനെ ഞാൻ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ അമ്മ അർജുനെ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ട് ഈ ആശുപത്രിയോട് കാണുമ്പോൾ. അപ്പം നമ്മൾ കൊയിലി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമെന്ന്. അച്ഛനും അമ്മയും ഇല്ല കേട്ടോ, അവർ കണ്ണൂർ പോയിട്ടുണ്ട്. അമ്മക്ക് ഫുഡ് കഴിച്ചിട്ടും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ കണ്ണൂർ പോയി കുറച്ച് നേരം ആടി ഇരിക്കുമ്പോഴേക്ക് സമയമാവും. എന്നിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ പോകുന്നല്ലേ ചുട്ടി അല്ലേ? എന്തിനാ വന്നേ കൊയിലി ആശുപത്രിയില്? ബ്ലഡ് എടുക്കാനാ? എന്തിനാ ബ്ലഡ് എടുക്കുന്നേ? ഷുഗർ നോക്കാനാ? ഏട്ടാ പോവാ? ഓക്കെ, ലെറ്റ്സ് ഗോ. പോയിട്ട് ഉറങ്ങണേ, വീട്ടിൽ പോയിട്ട് ഉറങ്ങണേ. ഉറക്കം വരുന്നില്ല?
എന്നാ വീട്ടിൽ പോയിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ? അമ്മമ്മി അച്ഛനും അതാ അപ്പുറത്ത് ബസ് കാത്ത് നിക്കുന്നുണ്ട്. അതിൽ കയറുമായിരിക്കും. വീടെത്തുമ്പോഴേക്ക് നീച്ചൂട്ടി നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തുറന്നിട്ട് എനിക്ക് കയറട്ടെ അകത്തേക്ക്. നീച്ചൂട്ടീനെ എന്നിട്ട് നമുക്ക് കിടത്താം. വാതിൽ താക്കോലെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി വീട് തുറന്നിട്ട് അകത്ത് കയറാം. അപ്പം നമ്മൾ വീട്ടിലെത്തി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു. ഇന്നലെ രാത്രിയത്തെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു തോന്നുന്നു. കുറേ വൈകി എന്തോ ഗ്യാസ് കയറുമെങ്ങാനും ചെയ്തിട്ട് ഉറക്കം കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 2 മണിയാണ് എന്നിട്ട് അതിന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട്. പുറത്തിങ്ങനെ വെയിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയമാണ്. അതാ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത് കേട്ടോ. നീച്ചൂട്ടി ഉറങ്ങി. നീച്ചൂട്ടി വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ എണീറ്റ്. പിന്നെ ഞാൻ വീണ്ടും ഉറക്കി. രാവിലെ 6:30 ആകുമ്പോഴേ അറിഞ്ഞതാണ്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഞാനും കുറച്ച് നേരം കിടന്ന് പിന്നെ എണീറ്റ്. അച്ഛനും അമ്മയും 10:30 ആകുമ്പോൾ വരും. 10 മണിക്കാണ് വീണ്ടും ബ്ലഡ് കൊടുക്കണ്ടേ. എന്നിട്ട് പിന്നെ 10:30 ആകുമ്പോൾ വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നുകൊണ്ട് അതിൻ്റെ പണിയില്ല. ഇനി ഉച്ചക്കേക്കുള്ളതെല്ലാം നോക്കണം എന്താ ഉള്ളതെന്ന്. സമയം 9 മണിയായി. ഏതായാലും ചോറ് വെച്ചേക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. എന്നിട്ട് അരിയിടാം. കറി എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഒരു പടവലുണ്ട്, അത് ഏതായാലും വറവും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പയ്യന്നൂരിൻ്റെ അടുത്ത് രാമന്തളി മുച്ചിലോട്ട് കളിയാട്ടായിരുന്നു. നമ്മൾ കോറത്ത് മുച്ചിലോട്ട് കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിട്ടേ അതുപോലെ. അപ്പം ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇടുന്നേ നല്ല ദൂരം ഉണ്ടല്ലോ. പിന്നെ ആ മോളെയും കൊണ്ട് തണുപ്പും അല്ലെങ്കിൽ ഇടയ്ക്ക് ജലദോഷമെല്ലാം ഉണ്ട്. അതുകൊണ്ട് പൊടിയിൽ പോകണ്ട. ചേട്ടനും ഇവിടെ നല്ല കോൾഡെല്ലാം പിടിച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം അച്ഛനും എന്തമ്മേലും പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. അന്നൂരുള്ള ഒരു ചേച്ചി വന്നിട്ട് വർത്താനം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു. പേരെന്താണെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും നല്ലോണം ഹാപ്പി ആയി. എന്നെ ആൾക്കാരെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയിട്ടാന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എനിക്കും കേട്ടപ്പോൾ സന്തോഷമായി. എൻ്റെ അച്ഛനെല്ലാം എപ്പോഴെങ്കിലും ഓരോ വീഡിയോയിൽ കാണുന്നതല്ലേ ഉള്ളൂ. എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നിച്ചൂട്ടീൻ്റെ അച്ഛനല്ലേ ഇതിനെൻ്റെ അച്ഛനല്ലേ ഇതെല്ലാം വന്നിട്ട് ചോദിച്ചിരുന്നു പറയുമ്പോൾ കുറേ സന്തോഷം. അയ്യോ, എൻ്റെ വീട്ടിലൊരു കള്ളൻ കയറിയിട്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷനല്ലേ? ഇതാ ഒരു മഞ്ഞ കുപ്പായിട്ട് കള്ളൻ ഒളിച്ചിട്ട് എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഒന്ന് വേഗം വരണേ. പാപ്പിനിശ്ശേരിയാണേ സ്ഥലം, പഞ്ചായത്തിൻ്റെ അടുത്താണേ. ശരി, വേഗം വരണേ. കള്ളൻ ചിരിക്കുന്നുണ്ടല്ലോ. കള്ളൻ ചിരിക്കുന്നുണ്ടല്ലോ. വില്ല കള്ളനാ? എത്ര വില്ലേ? ബിഗ് കള്ളനാ? അതെയാ? ഉറക്കം കഴിഞ്ഞാ? അമ്മ അടുക്കളയിൽ പണിയൊക്കുന്നുണ്ടായിനേ. അപ്പൊ ഒരാളുണ്ട്, അമ്മേ എന്തിനാ പോയി? എൻ്റെ അടുത്ത് വാറോ, എൻ്റെ അടുത്ത് താച്ചറോ, എന്നെ കെട്ടിപ്പിക്കറോ. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. നിച്ചു മാത്രം കഴിച്ചിട്ടില്ല ആടുന്നേ. പിന്നെ സമയം നിച്ചുട്ടി 9 മണി 9:30 സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്. അതുകൊണ്ട് നമ്മൾ പാർസൽ വാങ്ങിപ്പോയത് ഇങ്ങോട്ട് ഇച്ചുനല്ലേ. എന്നാ വാങ്ങിച്ച കണ്ണാ? പാർസലിൽ എന്താ ഉള്ളേ? എന്താ ഉള്ളേ? എന്നാ വാങ്ങിയ നിച്ചുവിനെ തിന്നാൻ? സാമ്പാറും ഇടലിയാ? എന്നാ നമുക്ക് തിന്നാ. എണീക്ക് കൂട്ടി. എണീക്കാണ്ട് തിന്നണാ? അതെങ്ങനെയാ? ഓടിക്കോ ഓടിക്കോ എണീക്ക. കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച് ഷുഗർ നോക്കിയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അച്ഛക്കൊക്കെ ഞാൻ വന്നുപോയി. അതുകൊണ്ട് എൻ്റെ ഒന്ന് കാണിച്ചും കാണിച്ചതേ. അവരോടാ എന്നാ പറഞ്ഞേ? അതെയാ, ഞാനിവിടെ വെറുതെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പോയതാണേ. ഞാൻ നിച്ചോട് പറഞ്ഞ അമ്മ ക്യാമറ ഓണാക്കിയിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ട് പറയാന്നേ. അപ്പം കള്ളി പൂച്ച ഒറ്റക്ക് വ്ളോഗ് എടുത്താ?
എനിക്കറിയാം നിച്ചു എന്തായാലും എന്തൊക്കെ പറയുന്നു. കളിപൂച്ച നീ ഒറ്റക്ക് വ്ളോഗ് എടുത്തിനാ? നീ കുട്ടി വ്ളോഗറാ? കുട്ടി വ്ളോഗറാ? ഐ ലവ് യു നിച്ചു. ഐ ലവ് യു നിച്ചു. ഉത്തരം പറഞ്ഞിട്ടില്ല. ഐ ലവ് യു നിച്ചു. കള്ളനാവണ? ഓ വീണ്ടും കള്ളനായി. ഓക്കെ ഓക്കെ. ഇഡലി തിന്നുന്ന കള്ളനാണ്. എന്റെ ഇഡലി മോഷ്ടിക്കാൻ വരണേ കള്ളൻ. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇഡലിയെല്ലാം എടുത്തിട്ട് കഴിക്കാൻ പോന്ന്. കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ ബാക്കിൽ നിന്ന് ലൈറ്റ് വരുമ്പോ ചിലപ്പോ മറിഞ്ഞു പോകും. അപ്പൊ ഇഡലി എനക്ക് തിന്നാനാണ് എടുത്തത്, നിച്ചുട്ടിക്കൊന്നുമല്ല. ഒരു കള്ളൻ, ഒരു മഞ്ഞപ്പൊപ്പായിട്ട് കള്ളൻ ഉണ്ടായിനെ ഇവിടെ. അത് ഇപ്പൊ ഉണ്ടോന്ന് എനക്ക് അറിയില്ല. ചിലപ്പോ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ തിന്നട്ടെ. അയ്യോ അയ്യോ, എന്റെ ഇടയിൽ കാണുന്നില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഒരു കള്ളൻ വന്നിട്ട് എന്റെ ഇടയിൽ കട്ടെടുത്തിനെ. പെട്ടെന്ന് വരണേ. മഞ്ഞക്കുപ്പായിട്ട് കള്ളനാണ്. കള്ളൻ എന്നെ നോക്കുന്നു, എന്നെ പേടിപ്പിക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. കള്ള. അപ്പൊ നമ്മള് വേഗം ഇഡലി കഴിച്ചിട്ട് കാണാം കേട്ടാ. നമ്മള് കളിക്കട്ടെ പറയിച്ചു. അത് ഇറക്കുക, എന്നാലേ പറയാൻ പറ്റൂ. അത് വായിൽ വെച്ച് നിൽക്കുമോന്ന്. എല്ലാം അമ്മേനെ കാണുന്നുണ്ടോ? എല്ലാം അമ്മേനെ കാണുന്നുണ്ടോ? അമ്മയുടെ തല കാണുന്നുണ്ടോ? അപ്പൊ നിച്ചോട്ടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ നേരത്തെ നമ്മുടെ പടവലം പകുതി മുറിച്ചപ്പോ ആണ് നിച്ചോട്ടി എണീച്ചിട്ട് വിളിച്ചേ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പൊ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. നിച്ചോട്ടി പടവലങ്ങ എന്തെന്ന് ഒരു പാട്ട് പാടി കൊടുത്ത കണ്ട. എത്ര നാളായി നിച്ചോട്ടി പാട്ട് പാടി? എവരിക്ക്? അമ്മ നിന്റെ വീട്ടിലുള്ള ആൾക്ക് പാടിക്കൊടുത്തോ? പാടിക്കോ. അമ്മ നിന്റെ വീട്ടിലുള്ള ആളല്ലേ? അമ്മ നിന്റെ വീട്ടിലല്ലേ? അപ്പൊ പാടിക്കോ. കണ്ണന്തുമ്പി വേണ്ട മോളെ, വേറെ പാടും. കണ്ണന്തുമ്പി എന്റെ മോളെ എപ്പോഴും പാടുന്ന പാട്ടല്ലേ. അതുകൊണ്ട് ഇന്ന് വേറെ ഏതാ പാടാൻ പറ്റുമോ നമുക്ക്? വേണ്ടടാ, അത് കറിയാക്കേണ്ട സാധനമാണ്. കുഞ്ഞാ, ഒരു കഥ പറഞ്ഞു കൊടുത്തേ എന്നാലും നിച്ചുട്ടി. ഏതിന്റെ കഥയാ പറഞ്ഞു കൊടുക്കുക? മുതലേന്റെയും വാലൻ കുരങ്ങന്റെയും മുതലച്ചാരന്റെയും കഥ പറഞ്ഞു തരുമോ നിച്ചുട്ടി? വേഗം അമ്മക്ക് പറഞ്ഞ. എന്നാല് അമ്മക്ക് പറഞ്ഞ. നിച്ചുട്ടി കഥ പറയാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. അതുകൊണ്ട് എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബന്ധമില്ലാത്ത കുറേ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിച്ചുട്ടിൻ്റെ മുടി ഇന്നലെ കുളിക്കുമ്പോൾ എണ്ണ തടിയിട്ട് അതാണ് ഇങ്ങനെ ബുഷ് പോലെ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട വെച്ചിട്ടാണ്, കുറച്ചും കൂടെ വളർന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചപ്പറപ്പറവറയായി നിൽക്കുന്നത്. അപ്പം ഞാൻ നിച്ചുട്ടി അമ്മയുടെ കാലിന് വീണത് ആ കയ്യില്. നമ്മൾ രാവിലെ ഷുഗർ നോക്കാൻ പോയപ്പോൾ ഞാൻ ഒരു കാര്യം പറയണം നോർത്തേ. നമ്മൾ വീഡിയോ കാണുന്നതിൽ എത്ര ആള് ഷുഗർ നോക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും? 30-40 വയസ്സുള്ളവരൊക്കെ നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഒരു 25 വയസ്സിന് മുകളിലുള്ളവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഷുഗർ നോക്കണം കേട്ടോ. എന്തെല്ലാം ഞാനിപ്പോൾ ആ ഡെലിവറിയുടെ സമയത്താണ് നോക്കിയത്. അപ്പൊ അതിന് ശേഷം കുറേ ആള് പറഞ്ഞു ഇപ്പം ഒരു 23-24 വയസ്സിലെല്ലാം പിള്ളേർ നോക്കുമ്പോൾ തന്നെ ഷുഗർ എല്ലാം ചെറുതായിട്ട് കൂടുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാലോ ഫുഡെല്ലാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാരും ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 25 വയസ്സെല്ലാം കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ഒരിക്കൽ നോക്കിക്കോ. ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ പോവാലോ. അഥവാ കുറച്ചൊരു കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പോവുകയും ചെയ്യാം. അപ്പം ഇനി വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ജനറേഷനാണ്. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനത്തെ കാലഘട്ടം. അപ്പൊ നമ്മൾ എന്തായാലും അതിനെ പറ്റിയിട്ട് നല്ലോണം ബോധേഡാവണം. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെല്ലാം പറയുന്ന ഒരു 40-50 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഷുഗർ പ്രഷർ എന്നൊക്കെയുള്ള സംഭവം വരിക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കാലം മാറി. അതുകൊണ്ട് നമ്മള് നോക്കണം കേട്ടോ. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് നോക്കിക്കോ. ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണല്ലോ. അതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കുക. നമ്മള് വറവിധ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇന്ന് വേറെ രീതിക്കാണ് വറുക്കുന്നത്. ഇന്നലെ ഇതേ വറവ് തന്നെയാണ്. 2 എണ്ണം വാങ്ങിച്ചാൽ 2 ഒരുമിച്ചാക്കി കഴിഞ്ഞാലുണ്ടല്ലോ
ആ പറയാം ചെലവാവുകയേ ഇല്ല. അമ്മയെല്ലാം കള്ളിയാണ്, അമ്മയൊന്നും വറവെടുക്കുകയേ ഇല്ല, ഭയങ്കര മടിയാന്ന്. നീ ചൊച്ചാക്കല്ല, ഭയങ്കര മടിയാന്നേ. അതുകൊണ്ട് വറവ് കുറച്ച് ആവശ്യമില്ലോ. അതുകൊണ്ട് ഒന്ന് ഇന്നലെ വറുത്ത് മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് ഇട്ട് വേറെ രീതിക്ക്, ഇന്ന് കുറച്ച് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വറുക്കാം. ഫ്രൂട്ട്സ് വെക്കാൻ വരുന്ന വണ്ടി പോകുന്നുണ്ട്, അതാ ഇത്ര ഒച്ചപ്പാട്. ഈ ഒരു കുഞ്ഞാറ്റി ഉണ്ടേ, ഇത് കണ്ടാ, ഇതാ ഈ കുഞ്ഞുമാവി ഉണ്ടല്ലോ, ഞാൻ ഇത് ഇങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോ ഇതാ കണ്ട കൊടുത്തത് ഇതാ എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ പറ്റി നിൽക്കും. ഞാൻ ബാക്കോട്ട് നടക്കുമ്പോൾ തട്ടിയിട്ട് വീട് പോകും. അങ്ങനെ എപ്പോഴും മിണ്ടാണ്ട് വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. നടക്കുന്ന സമയത്ത് നോക്കണ്ട ഇതാ ഇതാ അമ്മേനെ സഹായിക്കുന്നു വെളുത്തുള്ളി തൊലിച്ചിട്ട്. ആ നീ ചുട്ടി വെളുത്തുള്ളി തൊലിച്ച് തരുന്നുണ്ടേ. ആ പറ്റാത്ത അമ്മ വിളിച്ചോളാം കേട്ടാ, അവിടെ വെച്ചേട്ടാ. താങ്ക് യു അവേ. ഓക്കെ കുഴപ്പമില്ല, ബാക്കി അമ്മ ചെയ്തോളാം കേട്ടോ. കുറച്ച് കുമ്പളം ഉണ്ട്, നമ്മൾ ഇന്നലെ മോരുകറി വെച്ച ബാക്കി, അതൊന്ന് നീച്ചുട്ടി അത് കുമ്പളം കറിയാക്കണ്ടേ. അത് കുറച്ച് ഓലം പോലെ വെക്കാൻ തോന്നുന്നുണ്ട്, എന്നാലും അത് ചെലവാകും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച മോശമാവും. അവക്ക് എന്തിനാ കുമ്പളം? ഇത് വെള്ളരി അല്ലടാ, വെള്ളരി കടിക്കാൻ പറ്റും, കുമ്പളം ടേസ്റ്റ് ഉണ്ടാവൂല. വറവ് ഇടുന്നാവുന്നുണ്ട്, അപ്പോഴേക്കും അതും കൂടെ ആക്കാം അമ്മ വരുമ്പോഴേക്ക്. എന്നാടാ ഇല്ലടാ നീച്ചുട്ടിക്ക് അമ്മ ഒരു സർപ്രൈസ് തരാം. കണ്ണുപൂട്ടീനാ തുറക്കല്ലേ നോക്ക്. താങ്ക് യു പറ, ഒന്നും കൂടെ പറ. ഓക്കെ അമ്മ പോയിട്ട് വന്നാ? അമ്മ പോയിട്ട് വന്ന് ചുട്ടി മടിയിൽ കേറി ഇരുന്ന് നമ്മളെ സബ്സ്ക്രൈബറിനെ കണ്ടിരുന്നല്ലേ, കവിത എന്ന് പറഞ്ഞൊരു കളി വിളിച്ചേ. അവിടെ ഉണ്ടായിരുന്നു, നമ്മള് പോയപ്പോ കണ്ടിട്ടില്ല. അമ്മ രണ്ടാമത് വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞു മോളുണ്ടായത്, അയ്യോ എനിക്കൊന്ന് കാണണായിരുന്നു, ജസ്റ്റ് മിസ്സായി പോയി. ഞാൻ പറഞ്ഞു അയ്യോ പോയി മോളായെന്ന് പറഞ്ഞു. നിച്ചൂട്ടി ഗുസ്തിയാന്ന്. നിച്ചൂട്ടി ഇപ്പൊ അമ്മമ്മേന്റെ മടിയിലെല്ലാം കേറി പിടിച്ച് ഊഞ്ഞാലാടി. ഇതാണ് ഊഞ്ഞാലോള് ഊഞ്ഞാല്. അമ്മമ്മേന്റെ മാക്സി ആണ് നിച്ചൂട്ടിന്റെ ഊഞ്ഞാല്. മാക്സി കേറി പോവും അമ്മമ്മേന്റെ. കളിപ്പിച്ചേ. അപ്പോൾ നമ്മൾ ഓലൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊന്നും ഒഴിക്കാത്ത സിമ്പിളായിട്ടുള്ള ഒരു റഫ് ഓലനാണ് കേട്ടോ. പണ്ട് ഇത് വീട്ടിലാക്കലുണ്ടാവും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഓലൻ തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ഇട്ട് വേവിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം താളിച്ചിട്ടാൽ നല്ല ടേസ്റ്റ്. ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി വന്നാൽ അപ്പോഴെണ്ണം 5 5 വച്ച തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നും കൂടി വന്നാൽ അപ്പോഴെണ്ണം 6 6 വച്ച തവള ചാടി ചാടി പോകുമ്പോൾ ചാടി ചാടി പോകുന്ന തവള മഞ്ഞ തവളയാ? അപ്പോഴെണ്ണം 7 മഞ്ഞ തവള. എല്ലാം പോയി തോന്നുന്നുണ്ടല്ലോ അമ്മ. നല്ല വെയിലാന്ന് ഇന്ന്. 2 ദിവസം മഴ കിട്ടി. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഉണ്ടോന്നോ, നിങ്ങളെ നാട്ടിലെല്ലാം മഴയുണ്ടോ പറയണേ. നമുക്ക് മഴയെല്ലാം പോയി, ന്യൂനമർദ്ദ മഴയെല്ലാം പോയിട്ട് ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന്. ഇതാ ചെരുപ്പെല്ലാം ഇടാൻ വെച്ച പുറത്ത് വെച്ച ചെരുപ്പെല്ലാം ഇങ്ങനെ പൊള്ളുന്നുണ്ട്. അങ്ങനെ ഇനി ലാസ്റ്റ് പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. ലാസ്റ്റ് പണി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പം കുക്ക് ചെയ്തതിൻ്റെ കുറച്ചൊരു ഇത് മാത്രമേ ഉള്ളൂ. അതൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും. ഇന്നലെ ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു. ഈ വർക്ക് ഏരിയയും അടുക്കളയെല്ലാം ഫുള്ള് ഡീപ്പ് ക്ലീനിങ് ആണ് ഉണ്ടായേ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല, വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ സോപ്പെല്ലാം ഇട്ട് കഴുകി എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തു ഇന്നലെ. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പം പിന്നെ കടുക് പൊട്ടിത്തെറിച്ചതിൻ്റെയും പച്ചക്കറി മുറിച്ചതിൻ്റെ എല്ലാം എന്തായാലും കുറച്ച് അഴുക്കായിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് തുറന്നിട്ടാൽ മതി. പാത്രം പിന്നെ കുറച്ചുണ്ടായത് ഞാൻ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ കഴുകിയതുകൊണ്ട് ഭാഗ്യത്തിന് പാത്രമൊന്നും കഴുകാനില്ല. ഇന്നലത്തെ 2-3 പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം വേഗം അതിൻ്റെ ഇടയിൽ കഴുകി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇങ്ങനെ തുടക്കുന്ന സമയത്തുണ്ടല്ലോ, പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു, ഞാൻ പറയാം, ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ആവുമല്ലോ. ഈ ഗ്യാസ് സ്റ്റവ് തുടച്ചിട്ട് എല്ലാം പണിയെല്ലാം തീർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവ് തുടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ഇങ്ങനെ തുടച്ച്. അപ്പം കുറച്ച് അതിന് മുന്നെയാണ് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തത്, അതെനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ പൈപ്പ് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ അടിയിലേക്ക് കൈയിട്ട് തുടച്ചപ്പോൾ അത് ആ പൈപ്പിനെ കൊണ്ടിട്ട് പൈപ്പും ആലോചിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാലം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത്രേ. ഇങ്ങനെ തോല് ഇങ്ങനെ
പറഞ്ഞു വന്നിന് ഇങ്ങനെ എന്താ പറയുക പൊള്ളിയിട്ട് ഇങ്ങനെ ആവൂലേ. അപ്പോൾ പൊള്ളി ഉടനെ ആന്നാക്കി ഞാനിങ്ങനെ ഒന്ന് തടവി. അപ്പം അവിടുത്തെ തോലിങ്ങനെ മാറി വന്ന് അത് ഉണങ്ങാൻ കുറേ സമയം എടുത്തിന്. അയ്യോ എനിക്കിപ്പോഴും ആ വേദന മാറിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഗ്യാസ് സ്റ്റവ് തുടക്കുമ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയാണ്. അതുകൊണ്ട് കുറച്ച് തണിഞ്ഞ ശേഷം ഇങ്ങനെ പൊക്കി വെച്ചിട്ട് മാത്രമേ ഞാനത് തുടച്ചിടാൻ നിൽക്കലുള്ളൂ. അങ്ങനെ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം തുടച്ചിട്ടിട്ടുണ്ട്. ഇനി കിച്ചണിലും കൂടെ ഒന്ന് കൗണ്ടർ ടോപ്പ് തുടച്ചിടണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇപ്പം എൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസമായി വീഡിയോ ഇടാത്ത. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ വേഗം എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഇടാമെന്ന് വെച്ചിട്ടാണ്. ഇന്നത്തെ രാവിലത്തെ കുറച്ച് മോർണിംഗ് വിശേഷങ്ങൾ, മോർണിംഗ് റൊട്ടീൻ എന്നെല്ലാം പറയാം. റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇന്നത്തെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പോൾ പണിയെല്ലാം ഏകദേശം. ഇനിയിപ്പോൾ അമ്മേൻ്റെ എന്തെങ്കിലും ഒരു തൈരിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും ഉച്ചക്ക്. അപ്പോൾ പുളിപ്പിന് അത് മതി. പിന്നെ മീൻ ഇല്ല, മുട്ട എങ്ങാനും ആക്കാം, ഓംലെറ്റ് എങ്ങാനും ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.